ഇപ്പൊ ഗീതാ പ്രഭാകരന്റെ ക്യാരക്ടർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നും, ഓക്കെ ഇവരുടെ മകൻ വരുണ് ചാവണ്ടവനായിരുന്നു എന്ന് ചിലപ്പോഴൊക്കെ തോന്നിയേക്കാം. പക്ഷെ സിദ്ദിഖിക്കയുടെ ക്യാരക്ടർ കാണുമ്പം നമുക്കൊരിക്കലും ഇദ്ദേഹത്തിന്റെ മകൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ലായിരുന്നു നമുക്ക് തോന്നിപ്പോകും. അപ്പൊ ലാലേട്ടൻ നേരത്തെ പറഞ്ഞു ജോർജ് കുട്ടിയെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നത് സിദ്ദിഖിക്കയുടെ ക്യാരക്ടറിനെ ഈ സങ്കടത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇക്കയ്ക്ക് ഇപ്പോൾ 3 ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ആ ഒരു മാനസികാവസ്ഥയും അടുത്ത ഭാഗം ഉണ്ടാവുമെന്ന് നേരത്തെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അതിലും ഇങ്ങനെ തന്നെ സങ്കടപ്പെടാനായിരിക്കുമോ ചാൻസ്? എന്താണ് തോന്നുന്നത്? ഏതായാലും ഇപ്പോൾ ഈ ചോദ്യം ജിത്തു കേട്ടിട്ടുണ്ട്. അപ്പോൾ ദൃശ്യം 4-ൽ ഇതിനുള്ളൊരു പരിഹാരം ഉണ്ടാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 4-ന്റെ കാര്യത്തിന് തീരുമാനമൊന്നും ആയിട്ടില്ല കേട്ടോ. തീരുമാനിക്കാനൊക്കെ ഇനിയും ഇഷ്ടംപോലെ സമയമുണ്ട്. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ അതിൻ്റെ ഒരു ചിന്തകൾ തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും ദൃശ്യം 4 ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. ഞങ്ങളൊക്കെ എന്തായാലും ഇത് ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്. ഈ ഒരു ദൃശ്യം സിനിമയുടെ ആദ്യ ഭാഗത്തിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് ഇത്രയും വലിയ ഭാഗ്യമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് നമുക്ക്. ഈ സിനിമയുടെ കൂടെ ഇത്രയും സഞ്ചരിക്കാൻ സാധിച്ചു എന്നൊക്കെ പറയുന്നത്.